ഹായ്. ചാറ്റ് ജി പി ടി നമുക്ക് ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് നമുക്ക് ചാറ്റ് ജി പി ടി എങ്ങനെ വ്യക്തിയുടെ കരിയർ ഗ്രോത്തിന് അല്ലെങ്കിൽ കരിയർ പ്രോസ്പെക്ട്സിന് അല്ലെങ്കിൽ കരിയർ പ്രോഗ്രസ്സിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാം. അതിലെ ചില പ്രോംപ്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കെങ്ങനെ നമ്മുടെ കരിയർ ഗ്രോത്ത് എൻഷുർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജോബ് സീക്കിംഗ് ആയിട്ടുള്ള ജോബ് സീക്കിംഗ് ആസ്പിറൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കരിയറിൽ ഒരു കരിയർ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ചില പ്രോംപ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചാറ്റ് ജി പി ടി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം. അപ്പം കരിയറുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് ഒരു വ്യക്തിക്ക് ചാറ്റ് ജി പി ടി എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോട്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട അതിൽ പ്രോംപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ജി പി ടിക്ക് നമുക്കറിയാൻ ആഗ്രഹിക്കുന്ന, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു, നമുക്കറിയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ നിന്ന് നമ്മൾ എന്ത് ആൻസറാണ് നമുക്ക് ലഭിക്കേണ്ടത്, ആ ആൻസർ ലഭിക്കേണ്ട സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് റിലവൻ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഹെൽപ്പ് മീ സ്ട്രാറ്റജൈസ് ഫോർ an upcoming job interview in the mention സ്പെസിഫിക് ഫീൽഡ് റോൾ, അത് നമുക്കിവിടെ കൊടുക്കാണത്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി ഇപ്പം ഒരു ഫൈനാൻസ് റിലേറ്റഡ് ജോബിലേക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ, അപ്പോൾ ഹെൽപ്പ് മീ സ്ട്രാറ്റജൈസ് ഫോർ an upcoming job interview ആസ് എ ഫൈനാൻസ് മാനേജർ. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ഫൈനാൻസ് മാനേജറിൻ്റെ റോളിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂവിന് ഉള്ള ഒരു അപ്രോച്ചിനെ എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം, വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ഐ എക്സ്പെക്ട് ആൻഡ് ഹൗ ക്യാൻ ഐ എഫക്റ്റീവ്ലി ഡിസ്കസ് മൈ സ്ട്രെങ്ത്സ് ആൻഡ് പ്രീവിയസ് എക്സ്പീരിയൻസസ്. അത് കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ എനിക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനൊരു വേണമെങ്കിൽ നമുക്കിതിനെ ഒന്നുകൂടെ സ്ട്രീംലൈൻ ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഫൈനാൻസ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ ഫൈനാൻസ് മാനേജറിന് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി എന്നോ അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജറിൻ്റെ ബാങ്ക് എന്നോ, അപ്പോൾ അതിനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ പ്രിയോറിറ്റിയാണ്. സോ ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ നമുക്ക് ഇന്ന് സ്ട്രീംലൈൻ ചെയ്യാം. ഹെൽപ്പ് മീ സ്ട്രാറ്റജൈസ് ഫോർ an upcoming job interview as a finance manager in a private corporate bank എന്നോ, കോർപ്പറേറ്റ് ബാങ്ക്. ഓക്കെ, പ്രൈവറ്റ് കോർപ്പറേറ്റ് ബാങ്ക്, അത് കോർപ്പറേറ്റ് ബാങ്കിലേക്ക് ഫൈനാൻസ് മാനേജറുടെ ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ക്വസ്റ്റ്യൻസ് ക്യാൻ ഐ, അപ്പോൾ ഏത് ഫീൽഡിലേക്കാണോ അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് ചാറ്റ് ജി പി ടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഹെൽപ്പ് മീ സ്ട്രാറ്റജൈസ് ഫോർ an upcoming ജോബ് ഇൻ്റർവ്യൂ. അപ്കമിങ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു ജോബ് ഇൻ്റർവ്യൂ ഫൈനാൻസ് മാനേജറായിട്ട് കോർപ്പറേറ്റ് ബാങ്കിലേക്ക്, പ്രൈവറ്റ് കോർപ്പറേറ്റ് ബാങ്കിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കാം എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, ആൻഡ് ഹൗ ക്യാൻ ഐ എഫക്റ്റീവ്ലി ഡിസ്കസ് മൈ സ്ട്രെങ്ത്സ് ആൻഡ് പ്രീവിയസ് എക്സ്പീരിയൻസ്. എൻ്റെ സ്ട്രെങ്തും അതുപോലെ തന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് വേണം ഇവിടെ കൊടുക്കാം, മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്ര മിനിറ്റ് ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താണ് നോക്കാം. അപ്പോൾ ഇതാണ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞത്. ഹെൽപ്പ് മീ സ്ട്രാറ്റജൈസ് ഫോർ an upcoming job interview as a finance manager in a private corporate bank. What questions can I expect and how can I effectively discuss my strengths and previous experience? എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി നമ്മളോട് എന്താണ് പറയാൻ നോക്കാം. അപ്പോൾ ഹിയർ ഇസ് എ സ്ട്രാറ്റജി ടു ഹെൽപ്പ് യു എക്സൽ ഇൻ യുവർ ഫൈനാൻസ് മാനേജർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ തരുന്നുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, കാരണം ഇങ്ങനെ തന്നെ ചോദിക്കണം നിർബന്ധങ്ങളൊന്നുമില്ല. ഇത് ഒരു AI ലാംഗ്വേജ് അനുസരിച്ചുള്ളതാണ് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ വി ക്യാൻ
പ്രിപ്പയർ അവേഴ്സോൾസ്, നമുക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്നിക്കൽ അനാലിറ്റിക്കൽ സ്കിൽസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്, ലീഡർഷിപ്പ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, ബാങ്കിങ് സ്പെസിഫിക് സെനറിയോസ്. അപ്പോൾ ഇവിടെ ഈ ജോബ് ഇൻ്റർവ്യൂ ആസ് എ ഫൈനാൻസ് മാനേജർ എന്നുള്ള മാറ്റി നിങ്ങളുടെ ഫീൽഡ് ഏതാണോ നിങ്ങൾക്ക് അത് കൊടുക്കാം. നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണോ, ഇപ്പം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടോ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മാനേജറായിട്ടോ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെക്നീഷ്യനായിട്ടോ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ജനറൽ മാനേജറായിട്ടോ, എന്താണോ പൊസിഷൻ, ഏത് മേഖലയിലാണോ എന്നുള്ളതൊക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്യാന്നുള്ളത്. സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ലഭിക്കും. ജനറൽ ആയിട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻ ജനറൽ ആണെങ്കിൽ ജനറൽ ആൻസർ മാത്രമേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റിനെ കൂടുതൽ സ്ട്രീം ലൈൻ ചെയ്യാൻ സാധിക്കും, ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ChatGPT നിന്നും അതിന് അനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാകും. അപ്പം ഇവിടുത്തെ ആൻസർ അല്ലെങ്കിൽ ChatGPT റെസ്പോൺസ് നല്ലത് ഏതാണ്? എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ടെൽ us about yourself and your career journey. What do you want to join? Where do you want to join our bank? ഇതൊക്കെ കോമണായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഹൗ ഡു യു സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ഫൈനാൻഷ്യൽ റെഗുലേഷൻസ് ആൻഡ് ബാങ്കിങ് ട്രെൻഡ്സ്. ടെക്നിക്കൽ അനാലിറ്റിക് സ്കിൽസിനെ കുറിച്ച്, ഹൗ ഡു യു മാനേജ് ആൻഡ് അനലൈസ് ഫൈനാൻഷ്യൽ, പിന്നെ ബ്ലാ ബ്ലാ ബ്ലാ, ലീഡർഷിപ്പ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, ബാങ്കിങ് സ്പെസിഫിക് സെനറീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇവിടെ ഫൈനാൻസ് മാനേജർ, കോർപ്പറേറ്റ് ബാങ്കിങ് സെക്ടർ എന്ന് ഞാൻ കൊടുത്തോണ്ടാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഹൗ ടു ഡിസ്കസ് യുവർ സ്ട്രെങ്സ്. അപ്പം ഫോക്കസ് ഓൺ റിലവൻറ്റ് സ്കിൽസ്, ഹൈലൈറ്റ് സ്ട്രെങ്സ് ലൈക്ക് അനാലിറ്റിക്കൽ എബിലിറ്റീസ്. അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് എങ്ങനെ, പ്രൊഫഷണൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽസിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതാണ്. highlight strengths like analytical abilities, financial planning, regulatory compliance, and proficiency in accounts, banking, in leadership and teamwork, problem-solving abilities, discussing previous experience നെ കുറിച്ച് ചോദിക്കാം. അപ്പം ഇങ്ങനെയുള്ള ടിപ്സ് അല്ലെങ്കിൽ ആൻസേഴ്സ് നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ChatGPT നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇത് ആണ് പ്രോംപ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഹെൽപ്പ് മീ സ്ട്രാറ്റജൈസ്. ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് അതിനെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പം അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, പക്ഷേ അത് കൃത്യമായിരിക്കണം. പ്രോംപ്റ്റ് കൃത്യമാകുമ്പോൾ, ജനറൽ ആകുമ്പം ഒരു പ്രോംപ്റ്റ് ഒരു ക്വയറി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെന്താണോ ChatGPT നാം അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ഉള്ളൊരു എന്താണ് പറയുന്നത്, ഒരു റിട്ടേൺ ടെക്സ്റ്റ് ആണ് അതുകൊണ്ട്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആകാം, സ്റ്റേറ്റ്മെൻ്റ് ആകാം, ഏതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാകാം, മനസ്സിലായോ, അനലൈസ് ചെയ്യാനാകാം, എന്തും ആകാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ പൊസിഷൻ ഒന്ന് മാറ്റി നോക്കാം. പൊസിഷൻ മാറ്റി നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു അക്കൗണ്ടൻ്റ് ഫൈനാൻസ് ജോബ് ഇൻ്റർവ്യൂ ആസ് ആൻ അക്കൗണ്ട്സ് പേയബിൾ അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ്. മതി, അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജോലി. അപ്പോൾ അതിനകത്തിൽ എന്താണെന്നുള്ളത് ChatGPTയുടെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഹെൽപ്പ് മീ സ്ട്രാറ്റജൈസ് ഫോർ ആൻ അപ്കമിംഗ് ജോബ് ഇൻ്റർവ്യൂ ആസ് ആൻ അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ്. ഒരു സിമ്പിളായിട്ടുള്ള അക്കൗണ്ട്സ് പേയബിൾ അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ഇൻ്റർവ്യൂവിലേക്കുള്ള അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജി. അപ്പോൾ അതിനുള്ള ചോദ്യങ്ങൾ എന്തായിരിക്കും? അപ്പോൾ അതിവിടെ ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെക്നിക്കൽ, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് സമ്മറൈസ് യുവർ കരിയർ ജേർണി, വൈ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് റോൾ, വാട്ട് യു നോ അബൌട്ട് അവർ കമ്പനി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ടെക്നിക്കൽ ഫങ്ഷണൽ സ്കിൽസിനെ കുറിച്ച് ചോദിക്കാം. ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ ദി അക്കൗണ്ട്സ് പേയബിൾ പ്രോസസ്, ഹൗ ഡു യു വെരിഫൈ ആൻഡ് പ്രോസസ് വെൻഡർ ഇൻവോയ്സസ്, explain your experiences with reconciliation and solving discrepancies, what is your familiarity with ERP systems. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് വി ക്യാൻ പ്രിപ്പയർ അവർ സെൽസ്. പ്രോബ്ലം സോൾവിങ് ആൻഡ് എഫിഷ്യൻസിയെ കുറിച്ച് ചോദിക്കാം. നോളജ് ഓഫ് കംപ്ലയൻസ് ആൻഡ് പോളിസീസ്, കംപ്ലൈൻ്റ് അല്ല കേട്ടോ, കംപ്ലയൻസ്. പിന്നെ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ചോദിക്കുകയാണെങ്കിൽ. ടെക്നിക്കൽ പ്രൊവിഷൻസിനെ കുറിച്ച് അപ്പം മെൻഷൻ യുവർ പ്രൊവിഷൻസി വിത്ത് ടൂൾസ് ലൈക്ക് ടാലി, സാപ്പ്, ഒറാക്കിൾ ഓർ അതർ റിലവൻറ്റ് സോഫ്റ്റ്വെയർ. നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇത് പറയുന്നത്.
അപ്പോൾ അത് സ്കില്ലിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കാം വരാവുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. പിന്നെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം തീർച്ചയായിട്ടും. അപ്പം സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് അതിനെ ആൻസർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, streamline the invoice approval workflow, reducing processing time by 25%. Reconcile vendor accounts monthly, ensuring 0 days discrepancies during audits. Quantify achievements. Manage the accounts payable for over 200 vendors, ensuring 98% on time payments. പിന്നെ കൊളാബറേറ്റീവ് സ്കിൽസ് ചോദിക്കാം. പിന്നെ ഫൈനൽ ടിപ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും ആ കമ്പനിയെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡസ്ട്രി, പേയ്മെൻറ്റ് പ്രോസസ്സസ്, കീ വെൻഡേഴ്സ് ഈ പോസിബിൾ. പിന്നെ നമ്മളോട് ചോദിക്കും, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ചോദിക്കും. സോ വി ക്യാൻ പ്രിപ്പയർ ourselves ഫോർ ദി ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ്. കാരണം ഇൻ്റർവ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്ന് നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, any questions, ask about their accounts payable system, workflow, expectations for the role. Then show enthusiasm, be professional, dress appropriately and maintain confident body language. അപ്പോൾ ഇതാണ് ഫസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള AI പ്രോംപ്റ്റ് എന്നുള്ളത്. ഹെൽപ്പ് മീ സ്റ്റാർജേഴ്സ്, അതായത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. അടുത്തത് റെസ്യൂമേ എൻഹാൻസ്മെൻ്റ് എന്ന് പറയും. റെസ്യൂമേ എൻഹാൻസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ റെസ്യൂമേ എന്ന് കേട്ടിട്ടുണ്ടായി എല്ലാവരും. റെസ്യൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിവിടെ ബയോഡാറ്റ എന്നൊക്കെ പറയും. ബയോഡാറ്റയും CV, കരിക്കുലം വീറ്റയും റെസ്യൂമേയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അത് തൽക്കാലം ഇവിടെ പറയുന്നില്ല വ്യത്യാസങ്ങൾ. അപ്പം തൽക്കാലം റെസ്യൂമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ കോർപ്പറേറ്റ് സെക്ടറിലേക്കുള്ള പ്രൊഫഷണലായിട്ടുള്ള പോസ്റ്റിലേക്കൊക്കെ നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷനാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. അത് വളരെ ഷോർട്ടായിരിക്കാം, ബ്രീഫായിരിക്കാം, കൺസൈസ് ആയിരിക്കാം. അവിടെ നമ്മുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കില്ലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം ബ്രീഫായിട്ട്. അപ്പോൾ അതിനാണ് നമ്മൾ റെസ്യൂമേ എന്ന് പറയുന്നത്. കാരണം ആൾക്കാർ ഇതിനെ തെറ്റായി ഇവിടെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. റെസ്യൂം എന്നും പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. റെസ്യൂം എന്നല്ല, റെസ്യൂമേ എന്നാണ്, റെസ്യൂമേ. അപ്പം പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം അപ്ഡേറ്റിംഗ് മൈ റെസ്യൂമേ ആൻഡ് വാണ്ട് ഇറ്റ് ടു റിഫ്ലക്ട് ബെസ്റ്റ് ഓഫ് മൈ കേപ്പബിലിറ്റീസ് ഫോർ എ റോൾ ഇൻ. ഇവിടെ സ്പെസിഫൈ ചെയ്യാം നമുക്ക് റോൾ ഇൻ അക്കൗണ്ട്സ് പേയബിൾ എന്നോ അല്ലെങ്കിൽ ഫൈനാൻസ് മാനേജർ എന്നോ. റോൾ ഇൻ ഫൈനാൻസ്, റോൾ ഇൻ ഫൈനാൻസ് ആസ് എ മാനേജർ, അങ്ങനെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ പേഴ്സണൽ രീതികളുണ്ട്, മെത്തേഡ്സ് ആണ് കേട്ടോ. വാട്ട് ലേഔട്ട്സ് ആൻഡ് ഫോൺ ഷുഡ് ഐ യൂസ്? വുഡ് യു ഹെൽപ്പ് മീ പിൻ പോയിന്റ് ദ കീവേഡ്സ് ദാറ്റ് വുഡ് ബി മോസ്റ്റ് ഇഫക്റ്റീവ്? ഐ എം അപ്ഡേറ്റിംഗ് മൈ റെസ്യൂമേ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ റെസ്യൂമേ ചിലപ്പം അപ്ലോഡ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു പ്രോംപ്റ്റ്. പക്ഷേ ഈ പ്രോംപ്റ്റാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ അപ്ഡേറ്റഡ് റെസ്യൂമേ നമ്മൾ ഇതിനകത്തിൽ നമ്മൾ ചാറ്റ് GPTക്ക് ഏതാണ്ട് ഈ ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അറ്റാച്ച് ഫയൽസും പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്തിലോ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവിനകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തിലോ ഈ കമ്പ്യൂട്ടറിനകത്തിൽ തന്നെയുള്ള ഫയലുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ CV അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് GPT അത് അനലൈസ് ചെയ്തിട്ട് അതിനകത്തിൽ എന്തെല്ലാം പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞുതരും. അതിനകത്തിൽ വേണ്ട ലേഔട്ട്, ഫോണ്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും. കുഡ് യു ഹെൽപ്പ് മീ പിൻ പോയിന്റ് ദ കീവേഡ്സ് ദാറ്റ് വുഡ് ബി മോസ്റ്റ് ഇഫക്റ്റീവ്? അതുപോലെ കീവേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ കമ്പനികളും നമ്മളിപ്പോൾ ഒരു കമ്പനിയിലേക്ക് റെസ്യൂമേ അയച്ചു കഴിഞ്ഞാൽ അവരെ ATS എന്ന് പറഞ്ഞൊരു സിസ്റ്റം, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്നൊരു സോഫ്റ്റ്വെയർ അനുസരിച്ചായിരിക്കും അപ്പോൾ നമ്മുടെ റെസ്യൂമേ ട്രാക്ക് ചെയ്യുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൻഡിഡേറ്റ്സിനെ അപ്പോൾ അങ്ങനെയുള്ള ATS ആ സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കീവേഡ്സ് ആയിരിക്കും. പർട്ടിക്കുലർ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സുകളൊക്കെ ഉണ്ടാകും. ആ കീവേഡ്സുകൾ ആ റെസ്യൂമേൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ATS എന്ന സോഫ്റ്റ്വെയർ അത് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള റെസ്യൂമേഴ്സിന് കൂടുതൽ ഒരു അപ്രോച്ചബിലിറ്റി ഉണ്ടാകാനും അല്ലെങ്കിൽ അത് അവരുടെ അറ്റൻഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കീവേഡ്സ് നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള കീവേഡ്സ് നമുക്ക് റെസ്യൂമേക്കകത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും നമുക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് ചാറ്റ് GPTയുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചാറ്റ് GPT എന്താണെന്ന് പറയാൻ നോക്കാം നമുക്ക്. ക്രിയേറ്റിംഗ് എ പോളിഷ്ഡ് അതിൻ്റെ ആൻസറാണ്
എന്നാണ് പറയുന്നത്, ക്രിയേറ്റിംഗ് എ പോളിഷ് ആൻഡ് ഇഫക്റ്റീവ് റെസ്യൂമെ ഫോർ എ ഫൈനാൻസ് മാനേജർ. ഞാൻ ഇവിടെ ഫൈനാൻസ് മാനേജർ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പിന്നെ ഏരിയ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റോള് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പം സോഫ്റ്റ്വെയർ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ, മുമ്പ് ഞാൻ പറഞ്ഞ ജനറൽ മാനേജർ, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ IT മാനേജർ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ, ഫൈനാൻസ് മാനേജർ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. എന്താണ് ഓരോ കാൻഡിഡേറ്റിൻ്റെ പിന്നെ ചൂസ് ആൻഡ് ഫീൽഡ് എന്ന് ഞാൻ ആ റോൾ ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ഇതിൽ ഫൈനാൻസ് മാനേജർ എന്നോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ എന്നോ ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റിംഗ് എ പോളിഷ് ആൻഡ് ഇഫക്റ്റീവ് റെസ്യൂമെ ഫോർ എ ഫൈനാൻസ് മാനേജർ റോൾ റിക്വയർസ് എ പ്രൊഫഷണൽ ലേഔട്ട്. ഇപ്പോൾ പ്രൊഫഷണൽ ലേഔട്ട് അതിനെപ്പോഴും വേണം, ക്ലിയർ സ്ട്രക്ചർ വേണം, ആൻഡ് വെൽ ചൂസൺ കീവേഡ്സ് ടു ഹൈലൈറ്റ് യുവർ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ സ്കില്ലും എക്സ്പീരിയൻസും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ലേഔട്ട് ആൻഡ് ഫോണ്ടിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലേഔട്ട്, ഹെഡർ, പിന്നെ നെയിം, കോൺടാക്ട് ഇൻഫർമേഷൻ, പ്രൊഫഷണൽ സമ്മറി, സ്കിൽസ്, എല്ലാം ബുള്ളറ്റ് പോയിന്റ്സ് വേണം. പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ വേണം. എന്നുവെച്ചാൽ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ താഴെ അങ്ങനെയാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ സ്പെസിഫൈ ചെയ്യുക, ഡിഗ്രി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്രാജുവേഷൻ ഡേറ്റ്സ്, സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ അഡീഷണൽ സെക്ഷൻ. അപ്പോൾ ഇതാണ് റെസ്യൂമയുടെ സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഫോണ്ട് സ്റ്റൈൽ, കലിബ്രി, അത് MS വേർഡ് യൂസ് ചെയ്യുന്നവർക്ക് നമുക്കറിയാൻ പറ്റും. കലിബ്രി, ഏരിയൽ, ടൈംസ് ന്യൂ റോമൻ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ഈസി ടു റീഡ് ഫോണ്ടാണ്. ഫോണ്ട് സൈസ് നമ്മുടെ പേരിന് 16 മുതൽ 18 പോയിന്റ് വരെ ബോൾഡ് ആയിട്ടുള്ളത്. ഹെഡിങ്സ് 12 മുതൽ 14 പോയിന്റ് ബോൾഡ്. ബോഡി ടെക്സ്റ്റിന് 12 മുതൽ 14 വരെ പോയിന്റ്, അത് ബോൾഡ് അല്ല. ബോഡി ടെക്സ്റ്റിന് പേരും ഹെഡിങ്ങും ബോൾഡ് ആകണം, ബോഡി ടെക്സ്റ്റ് ബോൾഡ് ആകണ്ട. അപ്പം കോൺസിസ്റ്റന്റ് ഫോർമാറ്റിംഗ്, ഹെഡിങ്സ്, ബുള്ളറ്റ്സ്, അലൈൻമെന്റ്സ് എല്ലാം കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ഉണ്ടാകണം. പിന്നെ ഫോർമാറ്റിംഗ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ഇറ്റ് 1 പേജ്. സാധാരണ റെസ്യൂമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 1 പേജ് ആയിരിക്കും. എക്സ്റ്റൻസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, മാക്സിമം 2 പേജസ് വരെ നമുക്കാകാം റെസ്യൂമെ. പിന്നെ ബുള്ളറ്റ് പോയിന്റ്സ് 3 to 5 പെർ റോൾ. ഓരോ റോളിനും 3 മുതൽ 5 വരെ ബുള്ളറ്റ് പോയിന്റ്സ് പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് ചെയ്യാം. പിന്നെ മാർജിൻസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം, 0.5 to 1 inch ആയിരിക്കണം, സ്പേസിംഗ് എല്ലാം. പിന്നെ സേവ് ആസ് എ PDF ടു എൻഷുർ ദ ഫോർമാറ്റ് റിമെയിൻസ് ഇൻടാക്ട്. അതിൻ്റെ ഒരു PDF ഫോം നമ്മൾ കീപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ കീവേഡ്സ്, ഇതിനകത്തിൽ ഒരു ഫൈനാൻസ് മാനേജർ റോളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമെങ്കിൽ ഇതിനകത്തിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ് ഫിനാൻഷ്യൽ അനാലിസിസ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റെസ്യൂമെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നമുക്ക്. 4 കോമ്പിറ്റൻസ്: ബജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, വേരിയൻസ് അനാലിസിസ്. അപ്പോൾ ഇതൊക്കെ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കീവേഡ്സ് ആണ്. അത് ഫൈനാൻസ് മാനേജറുടെ റെസ്യൂമേക്ക് വേണ്ടി നമ്മൾ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടാണത്. പിന്നുള്ളത് ടെക്നിക്കൽ സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽസ് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫൈനാൻസ് അക്കൗണ്ട്സ് കാൻഡിഡേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് ERPs ഉണ്ടാകും, സാപ്പ്, ഒറാക്കിൾ, ടാലി, പിന്നെ മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ അഡ്വാൻസ് എക്സൽ സ്കിൽസ്, നമുക്ക് പിവോട്ട് ടേബിൾസ്, VLOOKUP, മാക്രോസ്. പിന്നെ ഫൈനാൻഷ്യൽ മോഡലിംഗ് ഉണ്ടാകും. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് GAAP, IFRS കംപ്ലയൻസ്. പിന്നെ ഫൈനാൻഷ്യൽ ഡാറ്റ അനാലിസിസ് ടൂൾസ് ഉണ്ടാകാം. പിന്നെ ലീഡർഷിപ്പ്, സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ച് മെൻഷൻ ചെയ്യാം. ടീം ലീഡർഷിപ്പ്, പ്രോസസ് ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ, ഡിസിഷൻ മേക്കിംഗ്, അച്ചീവ്മെന്റ്സ് നമുക്ക് മെൻഷൻ ചെയ്യാം. കോസ്റ്റ് റിഡക്ഷൻ, എന്തെല്ലാം നമ്മൾ പ്രീവിയസ് ജോബിൽ നമ്മൾ അല്ലെങ്കിൽ കറണ്ട് ജോബിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് റിഡക്ഷൻ, റവന്യൂ ഗ്രോത്ത്, സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ, ഓഡിറ്റ് കോർഡിനേഷൻ, സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക്. അപ്പോൾ ഇതാണ് ഒരു പ്രൊഫഷണൽ റെസ്യൂമയുടെ സ്ട്രക്ചറിങ്ങിന് ആയിരിക്കണം എന്നുള്ളതാണ് ChatGPTയുടെ പിന്നെ എന്താണ് നമ്മളോടുള്ള റെസ്പോൺസ് എന്നല്ല. അപ്പോൾ എക്സാമ്പിൾ, പ്രൊഫഷണൽ സമ്മറി: seasoned finance manager with 10+ years of experience in financial planning, cash flow management, and strategic analysis in dynamic corporate environments. Proven expertise in driving cost savings, improving operational efficiencies, and ensuring regulatory compliance. Adapted leading cross-functional teams and implementing ERP systems to streamline financial operations. ഇതൊരു പ്രൊഫഷണൽ സമ്മറി ആദ്യം നമ്മൾ കൊടുക്കുന്നതാണ്, പേരും അതൊക്കെ കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ സമ്മറി അതിങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ChatGPT പറയുന്നത്. അടുത്ത മൂന്നാമത് നമുക്ക് ഒരു
പ്രോംപ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് കവർ ലെറ്റർ. നമുക്ക് റെസ്യൂമെ ആയി പിന്നെ നമുക്ക് കവർ ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കവർ ലെറ്റർ അല്ലെങ്കിൽ കവറിംഗ് ലെറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രോംപ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഐ ആം ഡ്രാഫ്റ്റിംഗ് എ കവർ ലെറ്റർ ഫോർ എ പൊസിഷൻ ഇൻ. അപ്പോൾ ഇവിടെ നമ്മൾ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാം. ഇപ്പം പൊസിഷൻ ഇൻ അക്കൗണ്ട്സ് സീനിയർ അക്കൗണ്ടന്റ്. ഒരു സീനിയർ അക്കൗണ്ട് റോളിലേക്കുള്ള ഇതിൽ കവർ ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹൗ ക്യാൻ ഐ structure it to effectively show that I am the best fit for the role while showcasing my enthusiasm for the opportunity. ഇത് പ്രോംപ്റ്റ് കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോംപ്റ്റ് ഇഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറും റെസ്പോൺസും വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഐ എം ഡ്രാഫ്റ്റിംഗ് എ കവർ ലെറ്റർ ഫോർ എ പൊസിഷൻ ആസ് സീനിയർ അക്കൗണ്ട്. സീനിയർ അക്കൗണ്ടന്റ് എന്ന പൊസിഷനിലേക്ക് വേണ്ടി ഒരു കവറിംഗ് ലെറ്റർ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി അതിനെ എങ്ങനെ പ്രൊഫഷണലായിട്ട് സ്ട്രക്ചർ ചെയ്യാം. ഞാൻ best fit for the role while showcasing my enthusiasm for the opportunity. How can I structure it to effectively show that I am the best fit for the role? ഈ റോളിലേക്ക് ഞാൻ ബെസ്റ്റ് ഫിറ്റ് ആണെന്ന് കാണിക്കത്തക്ക രീതിയിൽ ഒരു ഇഫക്റ്റീവായിട്ട് പ്രൊഫഷണലായിട്ട് സ്ട്രക്ചർ ചെയ്യുന്നൊരു കവറിംഗ് ലെറ്റർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പ്രോംപ്റ്റിൻ്റെ ആൻസർ എന്തായിരിക്കും. അപ്പം ഹിയർ ഈസ് ഹൗ ടു സ്ട്രക്ചർ ആൻഡ് ഇമ്പാക്ട് കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ChatGPT അതിൻ്റെ ആൻസർ തരുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ദ കവർ ലെറ്റർ, അതിനൊരു ഹെഡർ വേണം, ഹെഡിങ് വേണം, സല്യൂട്ടേഷൻ വേണം. അപ്പോൾ സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കാണ് അയക്കുന്ന അയാളെ സല്യൂട്ട് ചെയ്യണം. ഡിയർ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ ഡിയർ HR. അപ്പം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഡിയർ HR മാനേജർ ഓർ ഡിയർ ഹയറിംഗ് മാനേജർ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് പേരറിയാമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഡിയർ XYZ എന്നും പറഞ്ഞിട്ട് നമുക്ക് പേര് കൊടുക്കാം. അപ്പം അതാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം മാനേജറുടെ പേരറിയാമെങ്കിൽ നമുക്ക് ഡിയർ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ അലക്സ്, ഡിയർ ഹയറിംഗ് മാനേജർ അലക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഡിയർ HR മാനേജർ അലക്സ്. നമ്മുടെ സല്യൂട്ടേഷനാണ്. നമ്മൾ ആദ്യം ഇങ്ങനെയാണല്ലോ ലെറ്റർ തുടങ്ങുന്നത്. അപ്പം ഹെഡറിൽ എന്താണ്? ഇൻക്ലൂഡ് യുവർ കോൺടാക്ട് ഇൻഫർമേഷൻ ഓൺ ദി ടോപ്പ്. പേര്, ഫോൺ നമ്പർ, ഇമെയിൽ, ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് കൊടുക്കുക. പിന്നെ ഡേറ്റ് ആൻഡ് ദ റെസിപ്പിയൻസ് ഡീറ്റെയിൽസ് നെയിം. അതറിയാമല്ലോ നമുക്ക്. ആദ്യം നമ്മൾ പണ്ടത്തെ ടൂവും ആദ്യം ഫ്രം പിന്നെ ടു. ഫ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രം എന്ന് എഴുതത്തില്ല, പക്ഷേ നമ്മുടെ പേരും കോൺടാക്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ പിന്നെ ഡേറ്റും അവരുടെ റെസിപ്പിയൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ സല്യൂട്ടേഷൻ ഈ പറഞ്ഞ ഡിയർ ഹയറിംഗ് മാനേജർ. എപ്പോഴും നമ്മൾ ഹയറിംഗ് മാനേജർക്കൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ കവറിംഗ് ലെറ്റർ റെസ്യൂമെ നമ്മൾ അയക്കാറുള്ളത്. അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്, ഡിയർ കമ്പനി നെയിം റിക്രൂട്ട്മെൻറ്റ് ടീം, ഡിയർ കമ്പനി നെയിം റിക്രൂട്ട്മെൻറ്റ് ടീം ഇവിടെ ഉള്ളത് നമ്മൾ. ഡിയർ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ ഡിയർ പിന്നെ കമ്പനി നെയിം എന്താണ് ഇപ്പം? അപ്പം നമുക്ക് റിലയൻസ് ഉണ്ട്. ഡിയർ റിലയൻസ് റിക്രൂട്ട്മെൻറ്റ് ടീം. ഇതെങ്ങനെ വേണം കൊടുക്കാം. വേറെയാണെങ്കിൽ ഡിയർ HR മാനേജർ സോ ആൻഡ് സോ, ഡിയർ ഹയറിംഗ് മാനേജർ സോ ആൻഡ് സോ എന്ന് പറയാം. പിന്നെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പാരഗ്രാഫ്. സ്റ്റാർട്ട് വിത്ത് ആൻ എന്തൂസിയാസ്റ്റിക് ഓപ്പണിംഗ്. വളരെ താല്പര്യത്തോടു കൂടി നമ്മളെ എക്സ്പ്രസ് ചെയ്യുക. മെൻഷൻ ദ പൊസിഷൻ യു ആർ അപ്ലൈയിങ് ഫോർ. അപ്പോൾ ഇത് വളരെ തിയററ്റിക്കലായി ഇവിടെ പറയുന്നുള്ളൂ. അപ്പം ആദ്യം ഹെഡർ വേണം, പിന്നെ സല്യൂട്ടേഷൻ വേണം, പിന്നെ ഇൻട്രൊഡക്ഷൻ വേണം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. I am thrilled to apply for the senior accountant position at your company name അവിടെ കൊടുക്കുക. With over a decade of experience in financial management and reporting, including a successful tenure in the UAE, I am eager to contribute my skills to
നോൺ ഫോർ ഇറ്റ്സ് എക്സലൻസ് ഇൻ. ഇപ്പം ഇവിടെ ഈ ഇൻക്ലൂഡിങ് സക്സസ്ഫുൾ ടെനുവർ ഇൻ UAE എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ അതിനകത്തിൽ ChatGPT ആയിട്ട് പിന്നെ ചാറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് UAE എന്നുള്ള കൊടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ കോർ ക്വാളിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം, ഹൈലൈറ്റ് റിലവൻറ്റ് സ്കിൽസ്, അച്ചീവ്മെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്, പിന്നെ ക്വാണ്ടിഫയബിൾ റിസൾട്ട്സ്, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്തത് അതിനെക്കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് ഈക്വലൻ ടു റെസ്യൂമേ. റെസ്യൂമേ അല്ല, റെസ്യൂമേ ചില റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ ചില ഹയറിംഗ് മാനേജേഴ്സ് കവർ ലെറ്ററും ചോദിക്കും റെസ്യൂമേ കൂടാതെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്, ഇൻ മൈ പ്രീവിയസ് റോൾ ആസ് എ സീനിയർ അക്കൗണ്ടന്റ് അറ്റ് XYZ കമ്പനി ഐ സ്ട്രീംലൈൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് റെഡ്യൂസിങ് എറേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ അലൈൻമെൻറ്റ് വിത്ത് എ കമ്പനി, ഷോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ കമ്പനീസ് നീഡ്സ് ആൻഡ് കൾച്ചർ. കമ്പനിയെക്കുറിച്ച് നമുക്ക് മനസ്സിലായി അല്ലെ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബ്രീഫായിട്ട്. യുവർ ഫോക്കസ്, എക്സാമ്പിൾ ആ കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കമ്പനിക്ക് ചില കോർ സ്കിൽസ് അല്ലെങ്കിൽ കോർ ഏരിയാസ് കാണും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് യുവർ ഫോക്കസ് ഓൺ ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് റെസൊനേറ്റ്സ് ഡീപ്ലി വിത്ത് മൈ കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും കണ്ട് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഒരു പ്രത്യേക മേഖലയിൽ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ അതിൻ്റെ റൂൾ ഓഫ് ദ ഗെയിം ഉണ്ടല്ലോ, ആ റൂൾ ഓഫ് ദ ഗെയിം നമ്മൾ തീർച്ചയായിട്ടും അബൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് സാധാ കൂറപ്പരിപാടികൾ അല്ലാത്തത് കൊണ്ട് നമുക്കതിനെ അഡ്വാൻസ് ആയിട്ട് മാത്രമേ നമുക്ക് certain sophistication we need to have. പിന്നെ കോൾ ടു ആക്ഷൻ, CTA എന്ന് പറയും. കോൾ ടു ആക്ഷൻ, എക്സ്പ്രസ് enthusiasm about discussing the role further, politely request an interview and provide your ability. അതിൻ്റെ എക്സാമ്പിളാണ്, I would welcome the opportunity to discuss how my expertise aligns with your needs for the senior accountant role. I'm available for an interview at your convenience and can be reached at so and so phone number, email എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ക്ലോസിങ്, ഏറ്റവും അവസാനത്തെ നമ്മൾ ലെറ്റർ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസ് എ പ്രൊഫഷണൽ ക്ലോസിങ്, എക്സാമ്പിൾ സിൻസിയർലി ഓർ യുവേഴ്സ് ഫെയ്സ്ഫുള്ളി. ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. സിൻസിയർലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്സ്ഫുള്ളി. ഇങ്ങനെയുള്ള ക്ലോസിങ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബെസ്റ്റ് റിഗാർഡ്സ്. അല്ലെങ്കിൽ താങ്ക് യു ഉപയോഗിക്കാം. താങ്ക് യു യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സിൻസിയർലി അല്ലെങ്കിൽ യൂസ് ഫേസ്ഫുള്ളി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ആഡ് യുവർ ഫുൾ നെയിം ആൻഡ് ഓപ്ഷണലി ഇൻക്ലൂഡ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണത്. നമ്മളൊരു പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തിട്ട് അതിനെ നമുക്ക് ഒരു ഫയലാക്കി സൂക്ഷിക്കാം നമുക്ക്. എന്നിട്ട് അതിനെ നമുക്കവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കത് കവറിംഗ് ലെറ്റർ ക്ലോസ് ചെയ്യാം. അപ്പം എന്താണ് അതിൻ്റെ സ്റ്റാർട്ടിങ്? ഹെഡർ, സല്യൂട്ടേഷന്, പിന്നെ ഇൻട്രൊഡക്ഷൻ, പിന്നെ നമ്മുടെ കോർ ക്വാളിഫിക്കേഷൻസ്, പിന്നെ കമ്പനിയുടെ ഗോൾസുമായിട്ടുള്ള അലൈൻമെൻറ്റ്, പിന്നെ കോൾ ടു ആക്ഷൻ. അതിനാൽ ഞാൻ പിന്നെ നിങ്ങളുമായി സംസാരിക്കുവാനും എൻ്റെ എക്സ്പീരിയൻസ്, സ്കിൽ, ക്വാളിഫിക്കേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. താഴെ കാണിക്കുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ, ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചിട്ട് ആ കവറിംഗ് ലെറ്റർ നമുക്കതിനെ ക്ലോസ് ചെയ്യാം. അപ്പം അതിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള കവർ ലെറ്ററിനുള്ള ടിപ്സാണ് പറയുന്നത്. ടൈലർ ഈച്ച് കവർ ലെറ്റർ യൂസ് സ്പെസിഫിക് കീവേഡ്സ് ഫ്രം ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ നമ്മുടെ റെസ്യൂമയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെയും കീവേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കീപ് ഇറ്റ് കോൺസൈസ്, വളരെ ചെറുതാക്കുക. ലിമിറ്റ് ദ ലെറ്റർ ടു 1 page. ഒറ്റ പേജിലായിരിക്കും കവർ ലെറ്റർ എപ്പോഴും നല്ലതെന്നല്ല. റെസ്യൂമേ 1 പേജാണ്. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 2 പേജ് വരെ ആകാം. പക്ഷേ കവർ ലെറ്റർ എപ്പോഴും 1 പേജ് ആകുന്നതായിരിക്കും നല്ലത്. 3 to 4 ഷോർട്ട് പാരഗ്രാഫ്സ്, 3-4 ചെറിയ പാരഗ്രാഫിൽ ഒതുങ്ങത്തക്ക വിധം. പിന്നെ ഷോ എന്തൂസിയാസം, താല്പര്യം കാണിക്കുക ആ കമ്പനിയുടെ ഭാഗമാകുവാനും കമ്പനിയിൽ വർക്ക് ചെയ്യാനും താല്പര്യമുണ്ടെന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ പ്രൂഫ് റീഡ് ചെയ്യുക. പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം അതിനെ 1, 2, 3 തവണ വായിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നോ ഡബിൾ ചെക്ക് ചെയ്യുക. ഗ്രാമർ, അതിൽ ഫോർമാറ്റിംഗ് എറേഴ്സ് ഇതൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം
അതിനെ ഫൈനലൈസ് ചെയ്യുകയും പിന്നെ അതിനെ സെൻഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ നമ്മളുടെ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് വേണമെങ്കിൽ കരിയർ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചും നെഗോസിയേഷൻ സ്കിൽസിനെ കുറിച്ചും അതുപോലെ തന്നെ കരിയർ ട്രാൻസിഷൻ സ്ട്രാറ്റജി, സ്കിൽ ഡെവലപ്മെൻറ്റ്, ജോബ് സെർച്ച് സ്ട്രാറ്റജി, വർക്ക് ലൈഫ് ബാലൻസ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂസ്, മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് ഓർ വർക്ക് സ്പേസ്, പോർട്ട്ഫോളിയോ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ റിമോട്ട് വർക്ക്, പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ അറ്റ് വർക്ക്, സാലറി നെഗോസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ടീം ബിൽഡിങ്ങിനെ കുറിച്ച്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് പ്രോംപ്റ്റ് ChatGPT-യോട് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT-ക്ക് മടിയൊന്നുമില്ല, അത് തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും, ആൻസർ ചെയ്യും തരും. പക്ഷേ നമ്മുടെ പ്രോംപ്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് അനുസരിച്ച് പ്രോംപ്റ്റിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള റെസ്പോൺസും ആൻസറും മാത്രമേ ChatGPT-യുടെ ഭാഗത്തുനിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 3 പ്രോംപ്റ്റുകൾ ജോബ് സീക്കേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മറ്റ് പ്രോംപ്റ്റുകളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കാം. തൽക്കാലം താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.